ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇംഗ്ലീഷ് ട്രൂ ട്രാക്കിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് പുതിയൊരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിയിരിക്കുന്നത്. അറിയാലോ, കഴിഞ്ഞ ക്ലാസിന്റെ തുടർച്ചയാണ്. കഴിഞ്ഞ ക്ലാസ് പ്ലൂറൽ ഫോംസിനെ കുറിച്ചാണ് എല്ലാവരും പഠിച്ചത്. ആർക്കെങ്കിലും ആ ക്ലാസ് വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് ലിങ്ക് ലഭിക്കുന്നതാണ്. ഇവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ക്ലാസിന്റെ തുടർച്ചയാണ് ഈ ക്ലാസ് എന്നതുകൊണ്ട് ആ ക്ലാസ് കണ്ടിട്ട് മാത്രമേ ഈ ക്ലാസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ പാടുള്ളൂ. കാരണം ഇന്നത്തെ ക്ലാസ് ഒരു സെന്റൻസിന്റെ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വരുന്ന പേഴ്സണൽ പ്രോനൗൺസിന്റെ ഏകവചന രൂപങ്ങളാണ് പരിശീലിക്കാൻ വേണ്ടി പോകുന്നത്. ഏകവചനം, സിംഗുലർ, 3 സിംഗുലർ പേഴ്സണൽ പ്രോനൗൺസ് ആണ് പരിചയപ്പെടുന്നത്. ഹി, ഷീ ആൻഡ് ഇറ്റ്. ഈ 3 പേഴ്സണൽ പ്രോനൗൺസും സ്വന്തമാക്കുന്നതിന് തൊട്ട് മുമ്പേ നിങ്ങൾ അല്പസമയം ഒന്ന് ഓർത്തു വെക്കുക. ആദ്യ ഭാഗത്ത് നിന്ന് ശേഖരിച്ച പ്ലൂറൽ പേഴ്സണൽ പ്രോനൗൺസ്, അതായത് ഐ, വി, യു ആൻഡ് ദേ, അവയുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ അവ വാചകങ്ങളിൽ പ്രയോഗിച്ചത് ശ്രദ്ധിക്കുക. ഇനി അവയുടെ വ്യത്യസ്ത രൂപങ്ങൾ, 2ാമത്തെ 3ാമത്തെ രൂപങ്ങൾ തുടർ വീഡിയോകളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനു മുമ്പേ സിംഗുലർ പേഴ്സണൽ പ്രോനൗൺസ് ഏതൊക്കെയാണെന്നും അവയുടെ അർത്ഥങ്ങൾ എന്തൊക്കെയാണെന്നും അവ എങ്ങനെയാണ് വാചകങ്ങളിൽ പ്രയോഗിക്കുന്നതെന്നും മനസ്സിലാക്കി വെക്കുക. 3 കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഹി, ഷീ ആൻഡ് ഇറ്റ് ആർ ദ സിംഗുലർ പേഴ്സണൽ പ്രോനൗൺസ്. അർത്ഥം പറഞ്ഞു തരാം. ഹി എന്നാൽ അവൻ, അയാൾ, അദ്ദേഹം എന്നിങ്ങനെ അർത്ഥമുണ്ട്. മലയാളം സംസാരിക്കുന്ന ചില പ്രദേശങ്ങളിൽ കൊളോക്കിയൽ സ്റ്റൈലായി അവൻ എന്നത് ലോപിച്ച് ഓൻ എന്നൊക്കെ ചോദിക്കുന്നത് കേൾക്കാം. അതിനും സമാന്തരമായ ഇംഗ്ലീഷ് ഹി തന്നെയാണ്. സെക്കൻഡ് സിംഗുലർ പ്രോനൗൺ ഈസ് ഷീ. ഷീ അർത്ഥം അവൾ. ഇറ്റ് അത് അല്ലെങ്കിൽ ഇത്, 2 അർത്ഥങ്ങളിൽ ഇറ്റ് എന്ന പേഴ്സണൽ പ്രോനൗൺ ഉപയോഗിക്കും. ഓർക്കുക, the singular personal pronouns are he, she and it. She അവൾ, he അവൻ, it അത് അല്ലെങ്കിൽ ഇത്. ഇനി ഇവയുടെ എക്സാമ്പിൾ സെന്റൻസസ്. അവൾ സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ്. She is a beautiful girl. അവൻ സുന്ദരനായ ഒരു ആൺകുട്ടിയാണ്. ഹി ഈസ് എ ഹാൻസം ബോയ്. ഇത് ഭംഗിയുള്ള ഒരു ചിത്രമാണ്. ഇറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ. സിമ്പിൾ എക്സാമ്പിൾസ്. നമ്മൾ നേരത്തെ പ്ലൂറൽ പേഴ്സണൽ പ്രോനൗൺസ് പഠിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച ആദ്യത്തെ എക്സാമ്പിൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? സ്പീക്ക് ഇംഗ്ലീഷ് വെൽ എന്ന സെന്റൻസ്. അത് തന്നെ ഇവിടെ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. ഷീ സ്പീക്സ് ഇംഗ്ലീഷ് വെൽ. അവൻ ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാറുണ്ട്. ഷീ സ്പീക്സ് ഇംഗ്ലീഷ് വെൽ. അവൾ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. ഇറ്റ് അതൊരു പാരറ്റ് ആവും, ഒരു തത്തയ്ക്ക് പകരം ഇറ്റ് എന്ന് ഉപയോഗിക്കാം. ഇറ്റ് സ്പീക്സ് ഇംഗ്ലീഷ് വെൽ. ഇത് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്, അല്ലെങ്കിൽ അത് നന്നായി ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച ഒരു കാര്യം, ഐ, വി, യു, ദേ എന്നീ പ്ലൂറൽ പേഴ്സണൽ പ്രോനൗൺസിനോടൊപ്പം ഈ സെന്റൻസ് ഉപയോഗിക്കുമ്പോൾ സ്പീക്ക് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. എന്നാൽ ഇവിടെ സ്പീക്സ് എന്നായി മാറി. എന്താ കാരണം? എല്ലാ ക്രിയകളും ബഹുവചന രൂപത്തിലാണ്. അവയുടെ ഏകവചന രൂപങ്ങൾ എന്ന് പറയുന്നത് യെസ് അല്ലെങ്കിൽ ES എൻഡിങ് വേർഡ്സ് ആണ്. അപ്പോൾ ഇവിടെ സ്പീക്ക് എന്ന വേർബിനെ സിംഗുലർ ആക്കാൻ യെസ് കൂട്ടിച്ചേർത്തു. സോ സ്പീക്സ്, ഹി സ്പീക്സ്, അവൻ സംസാരിക്കാറുണ്ട് അല്ലെങ്കിൽ സംസാരിക്കുന്നുണ്ട്. ഷീ സ്പീക്സ് ആൻഡ് ഇറ്റ് സ്പീക്സ്. സിമ്പിളാണ്. ഇനി ഹി, ഷീ, ഇറ്റ് എന്നീ സിംഗുലർ പേഴ്സണൽ പ്രോനൗൺസ് വ്യത്യസ്ത ഉദാഹരണങ്ങളിലൂടെ പ്രാക്ടീസ് ചെയ്തു നോക്കൂ. ഫോർ എക്സാമ്പിൾ, ഹി ഈസ് മൈ ഫ്രണ്ട്. അവനാണ് എൻ്റെ ഫ്രണ്ട്. അവൻ എൻ്റെ കൂട്ടുകാരനാണ്.
ഷീ ഈസ് ഇൻ മൈ ക്ലാസ്. അവൾ എൻ്റെ ക്ലാസ്സിലാണ്. ഇറ്റ് ഈസ് വെരി ഈസി ടു സ്റ്റഡി. അത് പഠിക്കാൻ എളുപ്പമാണ്. യെസ്. ഇങ്ങനെ വളരെ ലളിതമായി വേണം നിങ്ങൾ ആദ്യഘട്ടങ്ങളിൽ വാചകങ്ങൾ ഉണ്ടാക്കി പരിശീലിക്കുക. ഒരിക്കലും ടഫായ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കരുത്. കാരണം ടഫായ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ, ബുദ്ധിമുട്ടുള്ള സെൻറ്റൻസുകൾ അല്ലെങ്കിൽ ലോങ് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ കൂടുതൽ വാക്കുകൾ കടന്നു വരേണ്ടി വരും. അവയ്ക്ക് വ്യത്യസ്ത ഫങ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷനും ബുദ്ധിമുട്ടും അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ ബേസ് സ്ട്രോങ് ആവാൻ ലളിതമായ വാചകങ്ങൾ ഉദാഹരണങ്ങളായി പരിശീലിച്ചാൽ മതി. ഒരിക്കലും ബുദ്ധിമുട്ടുള്ള വാചകങ്ങൾ ഉണ്ടാക്കാൻ ആദ്യഘട്ടത്തിൽ പോകേണ്ടത്. ക്രമേണ നിങ്ങൾക്ക് അത് എളുപ്പമായി അനുഭവപ്പെടുന്നതാണ്. ഓരോ ദിവസവും കുറച്ച് സമയം ചെലവഴിച്ച് പേഴ്സണൽ പ്രോനൗൺസിനെ സെൻറ്റൻസുകളാക്കി മാറ്റാൻ അല്ലെങ്കിൽ പേഴ്സണൽ പ്രോനൗൺസ് ഉപയോഗിച്ചുകൊണ്ടുള്ള സിമ്പിൾ സെൻറ്റൻസുകൾ ഉണ്ടാക്കി നോക്കൂ. അത് നിങ്ങളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതായിരിക്കും. ഇവിടെ പേഴ്സണൽ പ്രോനൗൺസിൻ്റെ വിവിധ വശങ്ങൾ പ്രതിപാദിക്കപ്പെട്ടിട്ടില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും, ഇത് വളരെ ലളിതമായ കാര്യങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, ഈ ലളിതമായ കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ വേണ്ടി സാധിക്കുമോ? അങ്ങനെ ഒരിക്കലും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ലളിതമായ വാക്കുകൾ മാത്രം പഠിച്ചാൽ എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമെന്ന മാജിക് തുടർ വീഡിയോകളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. വ്യാകരണ നിയമങ്ങളൊന്നും ഓർക്കാതെ തന്നെ ഓട്ടോമാറ്റിക്കലി വ്യാകരണങ്ങൾ വന്നു ചേർന്ന് ഓക്കെയാവുന്ന ഒരു അനുഭവ തലത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഓർക്കുക. പേഴ്സണൽ പ്രോനൗൺസ്, വ്യക്തി സർവനാമങ്ങൾ. They are mainly divided into 3. First person I, we. Second person you. Third person they, he, she and it. എന്നാൽ പഠന സൗകര്യത്തിനും ഓർമ്മിക്കാനുള്ള സൗകര്യത്തിനും വേണ്ടി അവയെ 2ആയി ക്രമീകരിച്ചിരിക്കുന്നു. They are plural personal pronouns like I, we, you and they. Second one, singular personal pronouns. They are he, she and it. അവയുടെ അർത്ഥങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അവയ്ക്കനുസരിച്ച് വാചകങ്ങൾ ഉണ്ടാക്കി പരിശീലിക്കുക. അടുത്ത വീഡിയോയിൽ പേഴ്സണൽ പ്രോനൗൺസിൻ്റെ മറ്റൊരു തലവുമായി നമ്മൾ വീണ്ടും കാണും. ഓർമ്മിക്കുക, പ്ലേലിസ്റ്റ് സേവ് ചെയ്ത് വെക്കാൻ ഇനിയും ബാക്കിയുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ക്ലാസ്സുകളുടെ കണ്ടിന്യൂറ്റി ലഭിക്കുന്നതിന് വേണ്ടി പ്ലേലിസ്റ്റ് സേവ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ തുടർ ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. കൂടെ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് ഈ ക്ലാസ് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിൽ നമ്മൾ പേഴ്സണൽ പ്രോനൗൺസിൻ്റെ മറ്റൊരു തലം പരിചയപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം.